ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. CPM ഒറ്റപ്പാലം നഗരസഭ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പാതിരിക്കോട് സെന്ററിൽ സ്വീകരണം നൽകി. വികസന പ്രവർത്തനങ്ങൾക്ക് LDF-ലൂടെ തുടർച്ചയുണ്ടാവണമെന്ന് ഉയർത്തിക്കാണിച്ച് നടത്തുന്ന CPM ഒറ്റപ്പാലം നഗരസഭ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പാതിരിക്കോട് സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ K. രാജേഷ്, വൈസ് ക്യാപ്റ്റൻ ജാനകി ദേവി, ജാഥ മാനേജർ അബ്ദുൽ നാസർ T, ലത, അജയൻ, C. വിജയൻ, സുനീറ മുജീബ്, ശ്രീകുമാരൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുക്കുന്നത് നമ്മുടെ താലൂക്ക് ആശുപത്രിയിലാണ്. ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് കീമോതെറാപ്പി അവിടെ ചികിത്സ നടക്കുന്നു. കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേത്ര ചികിത്സ അവിടെ നടക്കുന്നു. അതേപോലെ തന്നെയാണ് മറ്റ് എല്ലാ സ്പെഷ്യാലിറ്റി OP-കളുമായി കൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ അവിടെ ചികിത്സ നടത്തുന്നു. സ്കിൻ ഡോക്ടറെയൊക്കെ നമ്മൾ പുറത്ത് കാണണമെങ്കിൽ 2000-3000 രൂപ ഒരാൾക്ക് വേണം. പക്ഷെ നമ്മുടെ ആശുപത്രിയിൽ ഫ്രീ ആയിട്ടാണ് നമ്മുടെ സ്കിൻ ഡോക്ടർ നല്ല ചികിത്സ അവിടെ നടത്തി കൊടുക്കുന്നത്. അതേപോലെ അസ്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസ്ഥി ആയി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടറും നല്ല രീതിയിൽ അവിടെ ഓപ്പറേഷനും മറ്റ് ചികിത്സകളും എല്ലാ വിധത്തിലും കുട്ടികളുടെ കാര്യത്തിന്, അതുപോലെ തന്നെ ഗൈനക്കോളജി, ഇപ്പോഴാണ് നമുക്ക് അവിടെ മാനസികാരോഗ്യ കേന്ദ്രം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് അനുമതി തന്നിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി അധികാരമേറ്റത് 2020 ഡിസംബർ മാസം 21-ാം തീയതിയാണ്. ഈ ഭരണസമിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 36 അംഗ കൗൺസിലിൽ 16 പേർ മാത്രമാണ് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ളത്. ഈ 16 പേരെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ഒറ്റപ്പാലം നഗരസഭയിലും വികസന പ്രവർത്തനങ്ങളുടെ വിസ്മയകരമായ മുന്നേറ്റമാണ് ഒറ്റപ്പാലത്തുണ്ടാക്കിയിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഒറ്റപ്പാലം നഗരസഭ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായി കേരളത്തിലെ നഗരസഭകളിൽ ഏറ്റവും മികച്ച 2ാമത്തെ നഗരസഭയായി ഒറ്റപ്പാലത്തെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്.